നമസ്കാരം. പിരിമുറുക്കം സൃഷ്ടിക്കുന്ന വാർത്തകൾ കേട്ട് ചെകിടിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്പം വ്യത്യസ്തമായ മറ്റൊരു വാർത്തയുമായാണ് ഇപ്പോൾ എത്തുന്നത്. ലോക കേരള സഭ തുടങ്ങാൻ പോകുന്നു. ലോക കേരള സഭ തുടങ്ങുന്നതിന് മുൻപ് ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് കടക്കാം എന്നുള്ളതാണ് സംഘാടകരുടെ തീരുമാനം. ഇതുപ്രകാരം മൈക്കിലൂടെ സംഘാടകരുടെ അറിയിപ്പ് വരുന്നു. മുഖ്യമന്ത്രിയും സ്പീക്കറും റവന്യൂ വകുപ്പ് മന്ത്രിയും എല്ലാം അടങ്ങുന്ന സമ്പുഷ്ടമായ ചടങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നു. മുഖ്യമന്ത്രി വേദിയിലേക്ക് കയറാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ദേശീയ ഗാനം എന്നുള്ള അനൗൺസ്മെന്റ് വരുന്നത്. മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരുമെല്ലാം ദേശീയ ഗാനത്തെ മാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് അറ്റൻഷനായിട്ട് നിൽക്കുന്നു. എന്നാൽ ദേശീയ ഗാനം തുടങ്ങുന്നില്ല. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ വേദിയിൽ നിന്ന് ദേശീയ ഗാനം ആലപിക്കുകയാണ് പതിവ്. ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ മാറ്റം അല്ലെങ്കിൽ പുരോഗമനത്തിൻ്റെ തുടക്കം എന്ന രീതിയിലൊക്കെ ആവാം ആധുനിക ടെക്നോളജിയെ സമീപിക്കുന്നത് കൊണ്ട് CD-യിൽ ആണ് അല്ലെങ്കിൽ പെൻഡ്രൈവിലാണ് ദേശീയ ഗാനം പ്ലേ ചെയ്തത്. മുഖ്യമന്ത്രിയും സ്പീക്കറും റവന്യൂ മന്ത്രിയുമെല്ലാം അറ്റൻഷനായി നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം ഒരുപാടായി. ഏതാണ്ട് 10-15 സെക്കൻഡുകൾ കഴിഞ്ഞിട്ടും ദേശീയ ഗാനം കേൾക്കുന്നില്ല. എന്താണ് ഇത്രയും താമസം എന്നുള്ള മട്ടിൽ മുഖ്യമന്ത്രി സ്പീക്കറുടെയും റവന്യൂ മന്ത്രിയുടെയും എല്ലാം മുഖത്തേക്ക് നോക്കുന്നു. അവർക്കും മറുപടിയില്ല. സംഘാടകരും ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും അതേ അറ്റൻഷനിൽ തന്നെ മുഖ്യമന്ത്രിയും സ്പീക്കറും റവന്യൂ മന്ത്രിയും എല്ലാം സദസ്യരും ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോഴും ദേശീയ ഗാനം വരുന്നില്ല. മുഖ്യമന്ത്രി അസ്വസ്ഥനായി റവന്യൂ മന്ത്രിയോടും സ്പീക്കറോടും എന്തൊക്കെയോ പിറുപിറുക്കുന്നത് കേൾക്കാം. സംഭവം പന്തിയല്ല എന്ന് മനസ്സിലായ നോർക്ക സെക്രട്ടറി K. വാസുകി IAS ഉടൻ തന്നെ മുന്നോട്ടേക്ക് വരുന്നു, രംഗത്തേക്ക് വരുന്നു. സ്റ്റേജിൽ കൂടെ നിന്നിരുന്ന അവതാരകയെയും മറ്റ് 1-2 പേരെയും ചേർത്ത് ധൈര്യസമേതം മൈക്കിന് മുമ്പിലേക്ക് ചെന്നുകൊണ്ട് ദേശീയ ഗാനം ആലപിക്കുന്നു. മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഒന്നുകിൽ മൈക്ക് ചതിക്കും അല്ലെങ്കിൽ മൈക്ക് സെറ്റുകാരൻ ചതിക്കും. ഇവിടെ ഇത് രണ്ടുമല്ല ഉണ്ടായിരിക്കുന്നത്. CD പ്ലെയറാണ് ചതിച്ചിരിക്കുന്നത്. CD പ്ലെയർ ചതിച്ചാശാനെ എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു സംഘാടകർ മുഖത്തോട് മുഖം നോക്കി പറഞ്ഞത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഇതിനെതിരെ ശക്തിയുക്തം പ്രതികരിക്കേണ്ടതാണ്, നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ അതുണ്ടായില്ല. മുഖ്യമന്ത്രി യാതൊരു തരത്തിലും അക്ഷമ കാണിക്കാതെ ദേശീയഗാനം കഴിഞ്ഞു വീണ്ടും ചടങ്ങ് ഭംഗിയായി തുടരുകയായിരുന്നു. എന്നാൽ ഈ സമയത്ത് മറ്റൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. മുഖ്യമന്ത്രി മുൻപ് ഒരു പ്രസംഗവേദിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗം അവസാനിപ്പിച്ചിട്ട് മടങ്ങുന്ന വഴി അവതാരകയുടെ ഒരു അനൗൺസ്മെന്റ് വരുന്നു. ഇത്രയും നേരം മനോഹരമായ ഒരു പ്രസംഗം കാഴ്ചവെച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ക്രുദ്ധനായി തിരിഞ്ഞു നിൽക്കുന്നു. പിന്നീട് സംഭവിച്ചത് നമുക്ക് കണ്ടറിയാം. താങ്ക് യു സർ, വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. ദേശീയ ഗാനത്തോടനുബന്ധിച്ച് ഇനിയും രസകരമായ ചില വസ്തുതകളുണ്ട്. ഒരിക്കൽ ഒരു കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന വേദിയിലും ഇതുപോലെ ദേശീയ ഗാനം പാടാൻ ആളെ കിട്ടുന്നില്ല. കിട്ടിയ അവസരം മുതലാക്കി എന്നാൽ ഒന്ന് ഞെളിഞ്ഞു കളയാം എന്ന് കണക്കാക്കി ഒരു കോൺഗ്രസ് നേതാവ് ദേശീയ ഗാനം ആരംഭിക്കുന്നു. നേതാവിൻ്റെ ദേശീയ ഗാനം ആലാപനത്തിലെ പാകപ്പിഴ കണ്ടിട്ടോ അല്ലെങ്കിൽ അത് ഇനിയും തുടർന്നാൽ പ്രശ്നമാകും എന്ന് കണ്ടിട്ടോ എന്നറിയില്ല. ഉടൻ തന്നെ സംഘാടകരെല്ലാം കൂടി പറയുന്നുണ്ടായിരുന്നു, വേണ്ട, അവിടെ CD തയ്യാറാക്കിയിട്ടുണ്ട്, അതിലൂടെ കേൾക്കാം എന്നാണ് പറഞ്ഞത്. ജനഗണ മംഗളദായക ജയ ഹേ. ഒരു മിനിറ്റ്, അവിടെ CD ഇടൂ. എന്തുകൊണ്ടാണ് ഇത്തരം ചില പൊതുപരിപാടികൾ ഇങ്ങനെ ദേശീയ ഗാനം വരെ ആലപിക്കുന്നതിന് CD-യെയും അല്ലെങ്കിൽ പെൻഡ്രൈവിനെയും എല്ലാം ആളുകൾ ആശ്രയിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കൂടി നിൽക്കുന്ന എല്ലാവർക്കും ദേശീയ ഗാനം അറിയാം, ദേശീയ ഗാനം അറിഞ്ഞിരിക്കണം. എന്നിട്ടും എന്താണ് ഇങ്ങനെ ദേശീയ ഗാനം പോലും ആലപിക്കുന്നതിൽ നിന്നും വിമുഖത കാണിക്കുകയോ അല്ലെങ്കിൽ അത്തരം ഉത്തരവാദിത്തങ്ങൾ പെൻഡ്രൈവിനോ CD-ക്കോ മൈക്ക് സെറ്റിനോ ഒക്കെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ അറ്റൻഷനായി നിൽക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതൊരു ചടങ്ങിലായാലും ദേശീയ ഗാനം കൂടി നിൽക്കുന്നവർ അല്ലെങ്കിൽ ആ ചടങ്ങിൽ സംബന്ധിക്കുന്നവർ തന്നെ ചൊല്ലട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.